ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതായത് പ്രാഞ്ഞി. 3 മീനുണ്ട്. ഇതെല്ലാം കഴുകി നല്ലതുപോലെ വൃത്തിയാക്കി സൈഡെല്ലാം വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. അതിനായി ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു 1/2 കപ്പ് കുഞ്ഞുള്ളി ചതച്ചത്, ഒരു മീഡിയം ഇഞ്ചി ചതച്ചത്, ഒരു 7 അല്ലി വെളുത്തുള്ളി ചതച്ചത്, 3 പച്ചമുളക് അരിഞ്ഞത്, ഒരു ചെറിയ തക്കാളി അരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില, 3 കുടംപുളി ചൂടുവെള്ളത്തിൽ കുതിരാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിനാവശ്യമുള്ള മസാലപ്പൊടി: കാശ്മീരി മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ലേശം കുരുമുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കടുക്, ഉലുവ, ലാസ്റ്റ് ചേർക്കാനായി ഉലുവയുടെ പൊടി, വെളിച്ചെണ്ണ, ഉപ്പ്, ആവശ്യമുള്ള വെള്ളം. ഇത്രയുമാണ് ഈ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഞാൻ പ്രാഞ്ഞി മുളക് കറിയാണ് ഉണ്ടാക്കുന്നത്. ഇതിന് ഇംഗ്ലീഷിൽ സിൽവർ ബഡി എന്ന് പറയും. ഓരോ സ്ഥലത്തിന് ഓരോ പേരാണ്. പ്രാച്ചി എന്നും പ്രാഞ്ഞി എന്നും പറയും. ഓരോ സ്ഥലത്ത് ഓരോ ടൈപ്പിലെ പേരുകളൊക്കെയാണ്. ഈ 2 പേരെ എനിക്കറിയത്തുള്ളൂ. ഇനി ഈ കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കുറച്ച് മീനെ ഉള്ളത് കാരണം ഞാനൊരു പാനിലാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അതിനായി ഒരു സ്റ്റവ് കത്തിച്ച് പാത്രം ചൂടാകുമ്പോൾ ഏകദേശം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയും ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവയിട്ട് പൊട്ടിക്കാം. ഉള്ളി ഒന്ന് വാടുമ്പോൾ പച്ചമുളക്, ഇതെല്ലാം ഒന്ന് വാടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മസാലപ്പൊടികൾ തയ്യാറാക്കാം. അതിനായി 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി നമുക്ക് വളരെ കുറച്ച് മതി. എല്ലാം കൂടെ ചേർത്ത് ചൂടുവെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്യും. നമ്മൾ കറിയിൽ ചേർക്കുമ്പോൾ ചിലപ്പോൾ കരിക്കും. അതുകൊണ്ടാണ് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്യുന്നത്. കലക്കി വെച്ചിരിക്കുന്ന മസാലപ്പൊടി നന്നായി ഒന്ന് മിക്സ് ചെയ്യും. ആ പാത്രം കഴുകിയ വെള്ളം കൂടെ എല്ലാം കൂടെ ഒന്ന് തിളക്കി. നമുക്കിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തില്ല. അതുകൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യും. എല്ലാം ഒരുവിധം മൂത്ത് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഈ സമയം നമുക്കൊരു തക്കാളിയൊക്കെ ഇതോടൊപ്പം ഒന്ന് മിക്സ് ചെയ്ത്
കഷ്ണം ഓരോന്നായി പറക്കിയില്ല. ചേർത്ത് അടച്ചു വെച്ച് ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ വേവിക്കാം. ഇളക്കാൻ തുടങ്ങി ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാറുണ്ട്. കുറച്ചുകൂടി ചാറും ഒരു 5 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിം ആക്കി കറിവേപ്പിലയും ഒരു നുള്ളു ഉലുവാപ്പൊടിയും കൂടെ ചേർക്കും. എണ്ണയൊക്കെ കറിയിൽ തെളിഞ്ഞിട്ടുണ്ട്. കറിയിൽ വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല. അതിനകത്ത് ഒരു ലേശം വെളിച്ചെണ്ണ ചേർക്കും. ഫ്ലെയിം ഓഫ് ചെയ്യാൻ ഇരുന്ന് കുറേ പറ്റും. എൻ്റെ വീഡിയോ ആദ്യം കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ഈ പ്രാഞ്ഞി മീൻ കറി നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. ഇനി ഇത് ഇരുന്ന് കുറേ പറ്റും. അതിനുശേഷം നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. മീൻ മുളക് കറി റെഡി. നമ്മൾ വേറെ പാത്രത്തോട്ട് മാറ്റിയാൽ ചിലപ്പോൾ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഇതിൽ തന്നെ വെച്ച് നമുക്ക് കഴിയും.